ഹായ്. അങ്ങനെ ഞങ്ങളും പോയി ഒരു ദിവസം അയർലൻഡിലെ നീലക്കുറിഞ്ഞി കാണാൻ കൗണ്ടി ടിപ്പററിലുള്ള വി പാസിലേക്ക് കേട്ടോ. ഈ കാണുന്ന മലയുണ്ടല്ലോ, ആ മലയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പക്ഷെ ഞങ്ങൾ പോയത് കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ. ഒരു പക്ഷെ നിങ്ങൾ കണ്ട വി പാസും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത വി പാസും ഇതായിരുന്നു കേട്ടോ. എന്നാൽ ഞങ്ങൾ ഈ സ്പോട്ടിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾ കണ്ട വി പാസിന്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. സീസണൊക്കെ അത്യാവശ്യം കഴിഞ്ഞു തുടങ്ങി, പൂക്കളൊക്കെ നല്ലതായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ആകെ കുറച്ച് പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള സ്പേസ് പോലും കിട്ടിയില്ല, അത്രയും തിരക്കായിരുന്നു. വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് കൂടുതലും ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴികളൊക്കെ നല്ല രസമായിരുന്നു. ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ പൂക്കളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കയറിപ്പോയി കേട്ടോ. ഈ ഹെയർ പിന്നെ ഒരുപാട് ഇങ്ങനെ കയറാനുണ്ട്, പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സ്പേസ് കിട്ടി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അവിടെ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് കോഫിയും ഐസ്ക്രീമും പാൻ കേക്കൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ലേക്ക് കൂടെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകാൻ അപ്പുറത്തൂടെ ഒരു ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷെ അങ്ങോട്ടേക്കൊന്നും പോയില്ല കേട്ടോ. ഇത്രയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തവണ ഇനി നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ പോയി കാണാമെന്ന സമാധാനത്തിൽ നമ്മളിങ്ങനെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു ഐസ്ഡ് കോഫി വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.